ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം. സുപ്രീം കോടതിയുടെ ശ്രദ്ധേയമായ വിധി. ഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. അപകടകാരികളും പേവിഷബാധയേറ്റതും മാറാരോഗം ബാധിച്ചതുമായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം നൽകാമെന്ന വളരെ പ്രധാനപ്പെട്ട വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. തെരുവ് നായ്ക്കൾ ജനജീവിതത്തിന് ഭീഷണിയായിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. പലതരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ബോധവൽക്കരണവുമെല്ലാം നിലവിലുള്ളപ്പോഴും തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏൽക്കുന്നതായ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ തുറന്നുവിടാതെ ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന മുൻ ഉത്തരവ് ഭേദഗതി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപകടകാരികളായ നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്ന ഇടങ്ങളിൽ വെറ്റിനറി വിദഗ്ധരുടെ വിലയിരുത്തലിന് ശേഷം ദയാവധം നൽകാവുന്നതാണ്. ഇതിൽ മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയൽ നിയമം അടക്കം പരിഗണിക്കുകയും വേണം. അഡ്വക്കേറ്റ് കാഞ്ഞിരമറ്റം സിറാജ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എന്നതിന് കൃത്യമായ അർത്ഥത്തിലുള്ള നിർവചനം രേഖപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർ എന്നതിന് മനുഷ്യജീവന്റെ വില എന്തെന്ന് വളരെ വ്യക്തമായി രാജ്യത്തിന്റെ പരമോന്നത കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നമുക്കറിയാം, സമീപകാലത്ത് രാജ്യം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നാണ് തെരുവുനായ ശല്യം. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് വൃദ്ധരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ നിരന്തരം തെരുവുനായകളുടെ ക്രൂരമായ അക്രമത്തിന് വിധേയരാകുകയും മരണമുൾപ്പെടെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ വിധിന്യായം സ്വാഗതാർഹവും അതോടൊപ്പം തന്നെ മനുഷ്യജീവന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് അരക്കിട്ടുറപ്പിക്കുന്നതും ആണ്. ഏറ്റവും പുതിയ ഉത്തരവിൽ രാജ്യത്തിന്റെ ഭരണഘടന 21-ാം അനുച്ഛേദം ഉറപ്പ് നൽകുന്ന റൈറ്റ് ടു ലൈഫ് അഥവാ ജീവിക്കുവാനുള്ള അവകാശത്തിന് തെരുവ് നായ്ക്കളെ ഭയക്കാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവകാശം കൂടി റൈറ്റ് ടു ലൈഫിൽ അഥവാ ജീവിക്കാനുള്ള അവകാശത്തിൽ ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയും അതോടൊപ്പം രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഉന്നത മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒന്നുമാണ്. തെരുവ് നായകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ചരിത്രപരമായ ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട പരമോന്നത കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിലവിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരവസ്ഥയായി തെരുവുനായ ശല്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, പലപ്പോഴും ഏറ്റവും സിവിലൈസ്ഡ് ആയ സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന നമ്മളിൽ പലരും പൊതുനിരത്തുകളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇപ്പോഴും ആഹാര അവശിഷ്ടങ്ങളും മറ്റ് വേസ്റ്റുകളും ഇടുന്ന പതിവ് തുടരുകയാണ്. ഇത്തരം കാര്യങ്ങൾ തെരുവുനായകൾ ഉൾപ്പെടെയുള്ളവയെ ആകർഷിക്കുകയും പൊതുസമൂഹത്തിന് ദോഷകരമാകുന്ന രീതിയിലും ജീവന് ഭീഷണിയാകുന്ന രീതിയിലും അത്തരത്തിൽ തെരുവുനായകളുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ നിലവിലുണ്ട്. ബഹുമാനപ്പെട്ട പരമോന്നത കോടതിയുടെ ഉത്തരവിനോടൊപ്പം ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ നാഗരികതയെ എന്ന സ്വത്വത്തെ മുൻനിർത്തി നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ കൂടെ നിറവേറ്റിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്താൽ ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നത്. മുൻ വർഷങ്ങളിൽ സംസ്ഥാനത്ത് 3 ലക്ഷത്തിലധികം പേർക്കാണ് നായ്ക്കളുടെ ആക്രമണത്താൽ കടിയേറ്റത് എന്ന വസ്തുത വളരെ പ്രധാനമാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും ചികിത്സ തേടാത്തതുമായ കണക്കുകൾ കൂടിയെടുത്താൽ
ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് എണ്ണം. ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നതാവണം. മാർക്കറ്റുകളിലും പൊതു ഇടങ്ങളിലുമെല്ലാം കൂട്ടം കൂടി നടക്കുന്ന തെരുവ് നായ്ക്കൾ പലതരത്തിൽ ഭീഷണിയാണ് എന്ന വാർത്തകൾക്ക് പഴക്കമുണ്ടെങ്കിലും ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങൾ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. സ്വയം രക്ഷ നേടാനുള്ള ശക്തി ഇല്ലാത്തവരാണ് കൂടുതലും ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ നടുക്കുന്നതാണ്. റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും രക്ഷാപ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. പഞ്ചായത്തുകളുടെയും കോർപ്പറേഷന്റെയുമൊക്കെ ശ്രദ്ധ ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതാണ്. തിരുവനന്തപുരം വഞ്ചിയൂർ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ എ സുരേഷ് കുമാർ. തെരുവുനായ പ്രശ്നം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രസ്താവിച്ച വിധി വളരെയധികം സ്വാഗതാർഹമാണ്. പരമോന്നത നീതിപീഠം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു വിധി പുറപ്പെടുവിച്ചു എന്നത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം എടുത്തു കാണിക്കുന്നു. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നാളിതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. തെരുവുനായ പ്രശ്നവും അതുപോലെ തന്നെ തെരുവുനായ്ക്കളുടെ ആക്രമണ ഉത്സുകതയും നാൾക്ക് നാൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. വെറുതെ കടിക്കുക എന്നതിലുപരി മനുഷ്യരെ ആക്രമിച്ചു കൊല്ലുന്ന സംഭവങ്ങളും നമ്മൾ കണ്ടു. അടുത്തിടെ പേവിഷ ബാധിച്ച നായ്ക്കളുടെ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം ശരിക്കും ആശങ്കാജനകമാണ്. ആൻറ്റി റാബീസ് വാക്സിൻ എടുത്തവർക്ക് പോലും രോഗം വന്ന് അവർ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ ഗൗരവതരമായ വിഷയമാണ്. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളില്ലാത്തതും തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിനോട് ഒരു വിഭാഗത്തിനുള്ള എതിർപ്പുമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ശരിക്കും ചിന്തിച്ചാൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രികരുമാണ് ഇതിൽ ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ, അതിരാവിലെ വ്യായാമത്തിന് നടക്കാനിറങ്ങുന്നവർ, സീനിയർ സിറ്റിസൺസ്, രാത്രി ജോലി കഴിഞ്ഞ് കാൽനടയായി പോകുന്നവർ എന്നിവരൊക്കെ ഈ ഭീഷണി നേരിടുന്നുണ്ട്. നായ്ക്കളുടെ നേരിട്ടുള്ള ആക്രമണം മാത്രമല്ല, അലഞ്ഞു തിരിയുന്ന തെരുവ് നായ്ക്കൾ റോഡിലുണ്ടാക്കുന്ന വാഹന അപകടങ്ങളും മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്. തെരുവ് നായ്ക്കളെ പിടികൂടി അവയെ സ്റ്റെറിലൈസ് ചെയ്ത ശേഷം എവിടെ നിന്നാണോ പിടികൂടിയത് അവിടെ തന്നെ തിരികെ എത്തിക്കുന്ന ABC സമ്പ്രദായമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടർന്നു വരുന്നത്. പ്രജനനം നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയെ ഇപ്രകാരം തിരികെ കൊണ്ടുവിടുന്നത് കാരണം ആ പ്രദേശത്തെ പ്രശ്നം അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ന്യൂനതയാണ്. പക്ഷേ അതുപോലും കാര്യക്ഷമമായി നടക്കുന്നില്ല. ഒരു ഭാഗത്ത് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളില്ലാത്തതും മറുഭാഗത്ത് നായസ്നേഹികളുടെ എതിർപ്പും ഈ പ്രശ്നത്തെ രൂക്ഷമാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസകരമാണ് എന്നതിൽ തർക്കമില്ല. ആക്രമണ സ്വഭാവമുള്ളതും പേവിഷബാധയുള്ളതുമായ നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കാം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരുവുനായ കൊണ്ട് മനുഷ്യ സമൂഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് പുറമെ സർക്കാരിന് ഈ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്ന സാമ്പത്തിക ബാധ്യത വളരെ കടുത്തതാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ആശുപത്രികളിൽ സൗജന്യമായി നൽകുന്ന ആൻറ്റി റാബീസ് വാക്സിനുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സർക്കാരിന് മുടക്കേണ്ടി വരുന്നത്. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി, ആഹാരത്തിന് വേണ്ടി നിരവധി ജീവികളെ കൊല്ലുന്ന നാട്ടിൽ തെരുവ് നായ്ക്കളെ കൊല്ലുമ്പോൾ മാത്രം ഇത്ര കടുത്ത എതിർപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. തെരുവ് നായ്ക്കളെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊന്നൊടുക്കാൻ ആർക്കും ഉദ്ദേശമില്ല. മറിച്ച് ആക്രമണകാരികളായവയെയും പേവിഷബാധയുള്ളവയെയും ദയാവധത്തിന് ഇരയാക്കുകയും അതോടൊപ്പം ഇവയുടെ പ്രജനനം നിയന്ത്രിക്കുകയും ആവശ്യമുള്ള ഇടങ്ങളിൽ ഇവയെ പാർപ്പിക്കാനുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കുകയും വേണം. സഹാനുഭൂതിയോടെ തന്നെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഒരു വർഷം 20,000-ഓളം പേർക്കാണ് നായ്ക്കളുടെ ആക്രമണത്താൽ ജീവഹാനി സംഭവിക്കുന്നത് എന്നാണ്. പൊതുസ്ഥലങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഭക്ഷ്യമാലിന്യങ്ങൾ കൂടുന്നത് തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ABC പദ്ധതി ഇനിയും കാര്യക്ഷമതയോടെ നടപ്പാക്കേണ്ടതാണ് എന്ന വസ്തുതയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നായ്ക്കളെ വളർത്തുന്നവർ ശരിയായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ നായ്ക്കളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട്. അവയെ ശരിയായി നിയന്ത്രിച്ചില്ലെങ്കിൽ തെരുവ് നായ്ക്കളിൽ നിന്നും ആക്രമണങ്ങളും പേവിഷബാധ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകാനും അത് മനുഷ്യർക്ക് ഭീഷണിയുമാണ്. ഡോഗ് ട്രെയിനറായ ശ്രീ ചന്ദ്രകുമാർ തിരുമല. മനുഷ്യജീവന് ഭീഷണിയാവുന്ന തെരുവ് നായ്ക്കളുടെ ദയാവധം സംബന്ധിച്ച ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ശ്ലാഘനീയമാണ്. അത് ജനപക്ഷത്തു നിന്ന് നോക്കുമ്പോൾ അത് ആശങ്ക നിറഞ്ഞതാണ്. കാരണം ഇത് നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പും
നമ്മൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എല്ലാം ചേർന്ന് ABC ഗ്രൂപ്പുകൾ സജീവമാക്കുകയും ഇപ്പം നിർജ്ജീവ അവസ്ഥയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അത് സജീവമാക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറും അനുബന്ധ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജനങ്ങൾ അത് ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയും വെറ്റിനറി ഡോക്ടറും സംഘവും അത് ആംബുലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ സംവിധാനം, അത് ഹാൻഡ്ലർ അത്യാവശ്യ ഘടകമാണ്. നായ്ക്കളെ പിന്തുടരുകയാണെങ്കിൽ ഹാൻഡ്ലറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്തിച്ചേരാൻ വളരെ സുഗമമായ നടപ്പിന് നന്നായിരിക്കും. ദേവതം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ജനങ്ങൾ മുൻകൂട്ടി അടിച്ചു കൊല്ലാൻ പാടില്ല, പിന്നെ അത് വിഷം കൊടുക്കാൻ പാടില്ല, പിന്നെ അനുബന്ധമായിട്ട് ക്രൂരമായ പ്രവർത്തനം വർദ്ധിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ജനപക്ഷത്തൊന്നും പാടില്ല. അതിന് പരിഹാരമായിട്ടാണ് വെറ്റിനറി ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ പരസ്യമായി അല്ലാതെ അതൊരു മറയോടുകൂടി വേദനയില്ലാത്ത മരണമാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ തെരുവ് നായ്ക്കളിൽ അക്രമകാരികളാവുന്ന തെരുവ് നായ്ക്കളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ രോഗമുള്ള തെരുവ് നായ്ക്കളായിരിക്കും. സാധാരണ റാബീസ്, ക്യാൻസർ പോലുള്ള വേദനയുടെ രോഗമുള്ള നായ്ക്കളായിരിക്കണം. ഇവർ മനുഷ്യനെ ആക്രമിക്കുക ആ വേദന കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ രോഗാവസ്ഥയിലായിരിക്കുന്ന സ്കിൻ ഡിസീസിലുള്ള നായ്ക്കളെ പുറത്ത് തുറന്നുവിടുന്ന രീതികൾ അവലംബിക്കുന്നുണ്ട്. അതും ഒരു പരിധിവരെ നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ടോയ് ബ്രീഡ് ടൈപ്പിലുള്ള നായ്ക്കളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. വളരെ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് എപ്പോഴും വീട്ടിൽ ആളുണ്ടായിരിക്കണം. അത് പൂട്ടിയിട്ടിട്ട് നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലും അത് ക്ഷിപ്രകോപികളായി വരാൻ സാധ്യതയുണ്ട്. പൊതുവെ വെറ്റിനറി മെഡിസിൻസ് ഒക്കെ വളരെ വില കൂടുതലാണ്. ഇത് ABC ഗ്രൂപ്പും മൃഗസംരക്ഷണ വകുപ്പ് സംയോജിച്ച് അതിന് പ്രത്യേക ഒരു ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ സെന്ററോ കാരുണ്യപുരത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒരു വളരെ അനുകൂലമായ ഒരു സംവിധാനമായിരുന്നു. വഴിയോരങ്ങളിലെ കടകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമെല്ലാം ഭക്ഷണ മാലിന്യങ്ങൾ എത്തുന്നത് കൂടുതൽ നായ്ക്കളെ ആ സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇത്തരം ഭക്ഷണങ്ങളും നായ്ക്കളുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു. ആക്രമണമേൽക്കുന്നത് പോലെ തന്നെയാണ് റോഡ് അപകടങ്ങൾക്കും തെരുവ് നായ്ക്കൾ കാരണമാകുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ രക്ഷാകർത്താക്കൾക്ക് ആശങ്കയാണ്. രക്ഷാകർത്താവായ ശ്രീ അനിലേഷ് ശങ്കർ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി ഞങ്ങളെപ്പോലുള്ള രക്ഷകർത്താക്കൾക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനാണോ അതോ ഒരു തെരുവ് നായുടെ ജീവനാണോ വലുത് എന്നൊരു കാര്യം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമ്മുടെ നാട്ടിൽ വളരെയധികം ദുഷ്കരമായ ലെവലിൽ ഇപ്പോൾ പോകുന്ന ഒരു കാര്യമാണ് ഈ തെരുവ് നായ ശല്യം എന്ന് പറയുന്നത്. നിരവധി തെരുവ് നായകളുടെ ആക്രമണം പലവട്ടം ഞാൻ കണ്ടിട്ടുള്ളതും പല കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളുമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഈ നായ്ക്കളെ ബന്ധീകരണത്തിന് വിധേയരാക്കുകയോ അല്ലെങ്കിൽ സർക്കാരിന്റെ കെയർ ഓഫിൽ ഇവരെ എവിടെയെങ്കിലും ഒരു സേഫ് ഷെൽട്ടറിലേക്ക് ആക്കുകയോ ചെയ്യുക. അല്ലാതെ എപ്പോഴാണിത് ആക്രമണ സ്വഭാവം കാണിക്കുക എന്നോ ഒരു കുട്ടിയെ കടിക്കുക എന്നോ അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പേവിഷബാധയ്ക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും ചെലവാക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ലാത്ത രക്ഷകർത്താക്കൾ പോലും എത്രമാത്രം പൈസ ചെലവഴിക്കേണ്ടി വരും എന്നുള്ള കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു സേഫ്റ്റി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിടന്ന് അധ്വാനിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട്. തെരുവ് നായ ശല്യം പൊതുവായ പ്രശ്നമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ 3 ഇരട്ടിയോളമാണ് വർധന. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും മരണം സംഭവിക്കുന്നു എന്ന വാർത്തകളും ശ്രദ്ധേയമാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എത്രയും പെട്ടെന്ന് യഥാസമയം ലഭ്യമാക്കേണ്ടതാണ്. ആന്റി റാബിസ് മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് സുപ്രീം കോടതി പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് ജാഗരൂകരായിരിക്കുക. രാവിലെ നടക്കാൻ പോകുന്നവർ ടോർച്ചും വടിയുമൊക്കെ കരുതുന്നത് നന്നായിരിക്കും. പഞ്ചായത്തുകളും റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് സന്നദ്ധ സംഘടനകളുമെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് വഴി തെരുവ് നായ്ക്കളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ്. തെരുവ് നായ പ്രശ്നം നിയന്ത്രണാതീതമായി തുടർന്നാൽ ഭരണഘടനാപരമായ നിയമവാഴ്ചയ്ക്ക് പകരം ഏറ്റവും ശക്തരായവരുടെ അതിജീവനം എന്ന ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമായിരിക്കും ഫലം എന്നും സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തുന്നു. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.